السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ ഒരു ചരിത്ര സംഭവത്തിന് ശേഷമുള്ള അല്ലാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ, പ്രഖ്യാപനങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീണ്ടും അല്ലാഹു തആല തുടർന്ന് ആ സമുദായത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർക്ക് ശേഷം കടന്നു വരുന്ന ആളുകൾ ചിന്തിക്കാൻ വേണ്ടി, ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പല ചിന്തകളുടെ ശകലങ്ങൾ ഓരോ സമൂഹത്തിലേക്കും ഓരോ മനുഷ്യ ഹൃദയങ്ങളിലേക്കും ഇട്ടുകൊടുക്കുന്ന ഓരോ പ്രഖ്യാപനങ്ങളാണ് അല്ലാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ജീവിത പരീക്ഷണം അവസാനിച്ച് അവർ കെട്ടടങ്ങിപ്പോയി. നാമാവിശേഷമായി അവരെ അഹങ്കാരങ്ങൾക്ക് അറുതി വന്നു. അവരെ അഹങ്കാരങ്ങൾ കെട്ടടങ്ങിപ്പോയി. എന്നിട്ട് തുടർന്ന് അല്ലാഹു തആല പറയുന്നു, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ. അവരതോടുകൂടി അവസാനിച്ചെന്ന് വിചാരിക്കേണ്ട. അവരുടെ അദാബ്, ശക്തിയേറിയ അദാബ്, അവരെ വെറും നിസ്സാരന്മാരാക്കിക്കൊണ്ട് അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. അതോടുകൂടി അവരെ അദാബ് തീർന്നുവെന്ന് ധരിച്ചു പോകാൻ പാടില്ലല്ലോ ആരും. അതുകൊണ്ട് അല്ലാഹു തആല കുറച്ചും കൂടി വ്യക്തമാക്കി തുടർന്ന് പറയുന്നു, വഇൻ കുല്ലുൽ ലമ്മാ, മുഴുവൻ ആളുകളും, ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ, മുഴുവനെയും ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഒരു നാൾ റബ്ബിന്റെ സവിധത്തിൽ ഹാജരാക്കുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ ഓതി വെക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി അദ്ദേഹം ഓതി വെക്കുന്നുണ്ട്, പാടി വെക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചുവെങ്കിൽ, എല്ലാം അവസാനിക്കുമായിരുന്നുവെങ്കിൽ എല്ലാ ജനങ്ങളുടെയും എല്ലാ സമൂഹത്തിന്റെയും ആകെ പ്രതീക്ഷ എന്താകുമായിരുന്നു? മരണമാകുമായിരുന്നു. ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോയി, പരീക്ഷണത്തിൽ പെട്ടുപോയി, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി മാർഗം മരണം മാത്രമാണെന്ന് ധരിച്ച് അവർ മരിക്കാൻ കൊതിക്കുമായിരുന്നു. എന്തായിരുന്നെങ്കിൽ, മരണശേഷം ജീവിതമില്ലായിരുന്നെങ്കിൽ. മഹാനായ അലി തങ്ങൾ പാടിവെക്കുകയാണ്, വലൗ അന്നാ ഇദാ മുത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യ് വലാകിന്ന ഇദാ മുത്നാ ബുഇസ്നാ വനുസ്അലു ബഅദ അൻ കുല്ലി ശൈഇ വലൗ അന്നാ ഇദാ മുത്നാ തുരിക്നാ. എല്ലാ ഇടപാടുകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പരീക്ഷണങ്ങളും മരണത്തോടുകൂടി അങ്ങ് അവസാനിക്കുമായിരുന്നെങ്കിൽ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യ്. എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം ലകാനൽ മൗത്ത്, അത് മരണമാകുമായിരുന്നു. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. വലാകിന്ന ഇദാ മുത്നാ ബുഇസ്നാ, മറിച്ച് ഓരോരുത്തരെയും അല്ലാഹു തആല മരിപ്പിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരെയും റൂഹ് അല്ലാഹു തആല പിടിച്ചു കഴിഞ്ഞാൽ പിന്നൊരു വേളയുണ്ട്. ബുഇസ്നാ, അവരെ നാം പുനർജനിപ്പിക്കുക തന്നെ ചെയ്യും. വനുസ്അലു ബഅദ അൻ കുല്ലി ശൈഇ, മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ആ മരണശേഷം, ആ പുനരുദ്ധാരണ ദിവസം, വനുസ്അലു,
നാം ചോദിക്കും, അതായത് അല്ലാഹു തആല ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരു വകുപ്പുമില്ല, പാരത്രിക ജീവിതം ഇല്ല, ഇനിയൊരു മഹ്ശറയില്ല, ഒരുമിച്ച് കൂടലില്ല, ഹിസാബില്ല, ചെയ്ത നന്മ തിന്മകൾ ഓരോന്നോരോന്നായി കണക്ക് പറയുന്നൊരു ദിവസമില്ല എന്ന് വാദിക്കാൻ യാതൊരു വകുപ്പുമില്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇമാമാകുന്ന, തൂണാകുന്ന, ഏറ്റവും മർമ്മപ്രധാനമായ ഗ്രന്ഥമാകുന്ന പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരേ ഒരു വചനം സൂറത്തുൽ ഹാഷിയ പാരായണം ചെയ്യുമ്പോൾ അതിൽ കാണാം, ഖുലില്ലാഹു യുഹീകും. അല്ലാഹു തആല നബി തങ്ങളോട് പറയുകയാണ്, നബിയെ അങ്ങ് പറഞ്ഞ് കേൾപ്പിച്ചു കൊള്ളുക, അങ്ങ് ഓതി കേൾപ്പിക്കുക ജനസമക്ഷം. അല്ലാഹു യുഹീകും സുമ്മ യുമീതുക്കും. അല്ലാഹു നിങ്ങളെ ജീവിപ്പിച്ചു, നിങ്ങൾ ജീവിപ്പിക്കുന്നവനും, യുഹീകും യുമീതുക്കും നിങ്ങളെ മരിപ്പിക്കുന്നവനും, സുമ്മ യജ്മഉക്കും ഇലാ യൗമിൽ ഖിയാമ. അതുകൂടി പറഞ്ഞാണ് അല്ലാഹു തആല അവസാനിപ്പിച്ചത്. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞില്ല. സുമ്മ യജ്മഉക്കും, നിങ്ങൾ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഇലാ യൗമിൽ ഖിയാമ, നാളെ മഹ്ശറയിൽ, പരലോകത്ത് ഖിയാമത്ത് നാളിൽ. ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവും നിങ്ങൾ വെക്കേണ്ടതില്ല. പക്ഷേ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, നമ്മൾ ഈ യാസീനിൽ അവതരിപ്പിച്ച ആ ചരിത്രപാഠം, ആ ഒരു സംഭവം നടന്ന ആ നാട്ടിലെ ജനങ്ങൾ, രാജാവും രാജാവിന്റെ പരിചാരകരും, ആ രാജാവിന്റെ അണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരടങ്ങുന്ന, നമ്മളടങ്ങുന്ന ഈ ലോകത്തിലുള്ള സർവ്വജനങ്ങളും പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അറിവുള്ളവരോ അറിഞ്ഞെന്ന് നടിക്കുന്നവരോ അറിഞ്ഞിട്ടും അശ്രദ്ധന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അധികവുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. കണ്ടോ, ഇങ്ങനെ പറഞ്ഞ് അല്ലാഹു തആല പറഞ്ഞു വയ്ക്കുകയാണ്. എല്ലാവർക്കും മരണമുണ്ട്, മരണശേഷം പുനരുദ്ധാരണമുണ്ട്. അല്ലാഹു തആല ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടും. പക്ഷെ അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ തന്നെയും ആളുകളൊക്കെയും അതിൽ നിന്ന് അശ്രദ്ധവാന്മാരാണ് എന്ന് അല്ലാഹു തആല ഓതി വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അശ്രദ്ധവാന്മാരിൽ പെടുത്തി കളഞ്ഞ് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ യഥാർത്ഥ സത്യവിശ്വാസികളായി സജ്ജനങ്ങളുടെ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. യഥാർത്ഥ ഹിദായത്തിന്റെ മാർഗത്തിലായി, ഈമാന്റെ മാർഗത്തിലായി അല്ലാഹു തആല നമ്മളെ അടിയുറപ്പിച്ച് നിലനിർത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും ഒക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.